ബിഗ് ബോസ് മലയാളത്തിലേക്ക് പുതുതായി വൈൽഡ് കാർഡ് എൻട്രിയായി 6 മത്സരാർത്ഥികളാണ് കഴിഞ്ഞ ആഴ്ചയിൽ എത്തിയത്. അതിൽ വന്ന ദിവസം മുതൽ ഇതുവരെയും പ്രേക്ഷക പ്രതീക്ഷയ്ക്കൊത്ത് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് DJ സിബിൻ ബെഞ്ചമിൻ. വൈൽഡ് കാർഡായി സിബിൻ എത്തുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോൾ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എന്നാൽ ഹൗസിൽ കയറിയ ശേഷം കുത്തേണ്ടവരെ കുത്തി വലിച്ചു കീറേണ്ട മുഖം മൂടികൾ വലിച്ചു കീറിയും മൈൻഡ് ഗെയിം കളിച്ചും സിബിൻ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. ബിഗ് ബോസ് ഹൗസിൽ തമാശകളും എൻ്റർടൈൻമെൻറ്റും കുറവാണെന്ന് തുടക്കത്തിൽ തന്നെ സിബിൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഹൗസിലെ ഓൾറൗണ്ടർ എന്ന രീതിയിലേക്ക് സിബിൻ മാറിക്കഴിഞ്ഞു. ഹൗസിൽ വന്ന ശേഷം ഇതുവരെ കിട്ടിയ ടാസ്കുകളിൽ എല്ലാം മികച്ച പ്രകടനമാണ് സിബിൻ കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ശ്രീതുവും സിബിനും തമ്മിൽ നടന്നൊരു സംസാരം ചർച്ചയാവുകയാണ്. വിഷു സ്പെഷ്യൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഗബ്രി ജാസ്മിൻ കോംബോയെക്കുറിച്ചുള്ള അഭിപ്രായം മോഹൻലാൽ ചോദിച്ചപ്പോൾ സിബിൻ മറുപടി പറഞ്ഞിരുന്നു. ജാസ്മിൻ്റെ കയ്യിൽ ഉമ്മ വെക്കുന്നതായി കാണിച്ച് പ്രേക്ഷകരെ ഗബ്രി തെറ്റിദ്ധരിപ്പിക്കാറുണ്ടെന്നാണ് സിബിൻ പറഞ്ഞത്. മാത്രമല്ല, ഗബ്രി എങ്ങനെയാണ് ജാസ്മിൻ്റെ കയ്യിൽ ഉമ്മ വെക്കുന്നതെന്ന് ശ്രീതുവിൻ്റെ കൈപിടിച്ച് സിബിൻ ഡെമോ കാണിക്കുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് സിബിൻ കയ്യിൽ പിടിച്ച് ഉമ്മ വെക്കുന്ന ഡെമോ കാണിച്ചപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ശ്രീതുവും ഷോക്കായി. പക്ഷേ ആ സമയത്ത് അതേക്കുറിച്ച് അധികം സംസാരിച്ച് വഷളാക്കാൻ ശ്രീതു നിന്നില്ല. എന്നാൽ വീണ്ടും ശ്രീതുവിൻ്റെയും നോറയുടെയും കയ്യിൽ സിബിൻ അവർക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ പിടിച്ചുവെത്തി. നോറയുടെ കയ്യിൽ സിബിൻ കടിച്ചുവെന്നൊക്കെയാണ് ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകൾ. ഇപ്പോഴിതാ ഡെമോ പീസായി തന്നെ ഇനി ഉപയോഗിക്കരുതെന്ന് സിബിനോട് പറയുകയാണ് ശ്രീതു. നോറയും ഇതേ കാര്യം സിബിനോട് പറഞ്ഞു. നോറയോട് ഉടൻ തന്നെ സിബിൻ മാപ്പ് പറയുകയും ചെയ്തു. എൻ്റെ നേച്ചർ അങ്ങനെയാണ്. വീട്ടിൽ ഞാൻ പെങ്ങന്മാരോടെല്ലാം ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഇനി നിൻ്റെ കംഫർട്ട് സ്പേസിലേക്ക് ഇനി ഞാൻ ഒരിക്കലും കടന്നു കയറില്ല എന്നാണ് നോറയോട് സിബിൻ പറഞ്ഞത്. ശേഷം ശ്രീതു അർജുനും ശരണ്യയുമായി ചർച്ച നടത്തിയ ശേഷമാണ് സിബിനുമായി സംസാരിക്കാൻ എത്തിയത്. എല്ലാത്തിനും എൻ്റെ കൈപിടിച്ച് എന്നെ ഡെമോ പീസ് പോലെ ഉപയോഗിക്കുന്നതായി എനിക്ക് തോന്നി. പെട്ടെന്ന് എനിക്ക് അത് ഒരു മാതിരിയായി. സിബിൻ ചേട്ടൻ ഇൻറ്റൻഷൻ ബാഡായിരിക്കില്ലെന്ന് എനിക്ക് അറിയാമെന്നാണ് ശ്രീതു സിബിനോട് പറഞ്ഞത്. നിങ്ങളുടെ പ്രശ്നം ഇത് വെളിയിൽ എങ്ങനെ പോകും എന്നതാണോ? വീട്ടിൽ ചേട്ടനാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? ഇപ്പോൾ നീ ആയിരുന്നു കൂടെയുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അല്ലാതെ ഇൻറ്റൻഷണലി ചെയ്തത് അല്ല മോളെ. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകില്ല. ഡെമോ പീസായി ഉപയോഗിച്ചുവെന്ന് വിചാരിക്കല്ലേ എന്നാണ് ശ്രീതുവിന് മറുപടിയായി സിബിൻ പറഞ്ഞത്. വീഡിയോ വൈറലായതോടെ ശ്രീതുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻറ്റുകൾ വരുന്നുണ്ട്. ശ്രീതു സിബിനോട് ഇത് പറഞ്ഞത് നന്നായി, പക്ഷേ അർജുൻ്റെയും ശരണ്യയുടെയും വാക്ക് കേട്ടിട്ട് അല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്. ശ്രീതു ഇപ്പോഴേ പറഞ്ഞത് നന്നായി. എല്ലാവരുമായി ഒരുപോലെ ഇടപഴകാൻ പറ്റില്ലെന്ന കാര്യം ആദ്യമേ മനസ്സിലായാൽ പിന്നെ അത് ശ്രദ്ധിച്ച് കളിച്ചോളും എന്നെല്ലാമാണ് കമൻറ്റുകൾ പറയുന്നത്.